കൂടത്തായി കേസിൽ കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കേസിനെ ബാധിക്കില്ലെന്ന് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ റിട്ടയർഡ് SP KG സൈമൺ. സംസ്ഥാനത്തെ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചപ്പോഴും 4 മൃതദേഹങ്ങളിൽ വിഷത്തിന്റെയോ സയനൈഡിന്റെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് കാലപ്പഴക്കം കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേസിന് ഒരു തരത്തിൽ ബാധിക്കത്തില്ല. കാരണം ഇത് രണ്ടാമത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ലാബിലേക്കാണ്. ഈ സെൻട്രൽ ലാബിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരള ലാബ് നമ്മൾ അയച്ച് ഈ 4 ഫലം കിട്ടിയിട്ടില്ല. ഫലം കിട്ടാൻ വരുമ്പോൾ നമുക്കറിയാം എത്രയും പഴക്കമുള്ളതാകുമ്പോൾ ഫലം കിട്ടത്തില്ല. അതിപ്പോൾ ഉള്ള പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴതിന് ബാക്കിയുള്ള നടപടി എന്താണ്, അതാണ് നമ്മളത് ചെയ്തത്. കാരണം ഒരു ഡെത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെത്തിൽ എങ്ങനെയാണ് ഡെത്ത് ഉണ്ടായിരിക്കുന്നത്, അത് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ വെച്ചിട്ട് അതിനെ പറ്റി പഠനം നടത്തി അവരുടെ ഒരു ഒപ്പീനിയൻ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് CD ഫയലുണ്ട്. അതായത് ഇവർ പറയുന്ന ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചത്, അതിൻ്റെ എല്ലാം കാരണം വെച്ചുകൊണ്ട് CD ഫയൽ വരുന്നുണ്ട്. അത് അവർ ഒപ്പീനിയൻ തന്നിട്ടുണ്ട്. ഈ ഒപ്പീനിയൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ചാർജ് ചെയ്തതിന് ശേഷമാണിത് നേരെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി നമ്മൾ സെൻട്രൽ ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒരു പ്രതീക്ഷ അതിൻ്റെ അകത്തില്ലായിരുന്നു. കാരണം കേരളത്തിൽ നല്ല ലാബാണ്. കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടാത്ത ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കേസ് മുന്നോട്ട് പോയിരുന്നത്. ഒരു കാരണവശാലും കേസിനെ അത് ബാധിക്കത്തില്ല.